കോട്ടച്ചേരി സർവീസ് സഹകരണ ബാങ്ക് ആസ്ഥാന മന്ദിരത്തിന്റെ നവീകരണ പ്രവൃത്തി ഉദ്ഘാടനം നടന്നു. ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ MLA ഉദ്ഘാടനം നിർവഹിച്ചു. കോട്ടച്ചേരി സർവീസ് സഹകരണ ബാങ്ക് ആസ്ഥാന മന്ദിരത്തിന്റെ നവീകരണ പ്രവൃത്തി ഉദ്ഘാടനം നടന്നു. ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ MLA ഉദ്ഘാടനം നിർവഹിച്ചു. അല്ലെങ്കിൽ കഴിഞ്ഞ 71 വർഷക്കാലമായി പ്രവർത്തിച്ചു വരുന്ന കോട്ടച്ചേരി സർവീസ് സഹകരണ ബാങ്കിനെ കുറിച്ചോ ഞാനൊരു വിശദീകരണം നടത്തേണ്ട ആവശ്യമില്ല. ഒരുപാട് സഹകാരികളും അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിലെ ജീവനക്കാരുമാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായ ധാരണ നിങ്ങൾക്കുണ്ട്. കേരളത്തിൻ്റെ വികസനത്തിലും അതുപോലെ തന്നെ കേരളത്തിലെ ജനങ്ങളുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് വലിയ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നിർണായകമായ സ്വാധീനമുള്ള പ്രസ്ഥാനമാണ് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം. കേരളത്തിൻ്റെ കൃഷിക്കാരുടെ അല്ലെങ്കിൽ ഗ്രാമീണ ജനതയുടെ ജീവിതവുമായി കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് വലിയ പങ്കുണ്ട്. ഇപ്പോൾ ഇവിടെ 71 വർഷക്കാലമായി പ്രവർത്തിച്ചു വരുന്ന കോട്ടച്ചേരി സർവീസ് സഹകരണ ബാങ്ക് ഈ 71 വർഷക്കാലത്തിനിടയിൽ ഈ ബാങ്കിൻ്റെ പ്രവർത്തന പരിധി കൃഷിക്കാരുടെയും സാധാരണക്കാരുടെയും ഒരു നിരവധിയായ ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി ആവശ്യ നിവൃത്തിക്ക് വേണ്ടി ഈ സഹകരണ സ്ഥാപനം ഒരു വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. കോട്ടച്ചേരി ബാങ്ക് പ്രസിഡന്റ് M. രാഘവൻ അധ്യക്ഷത വഹിച്ചു. മുൻ വൈസ് പ്രസിഡന്റ് K. രാജ്മോഹൻ, സഹകരണ ആശുപത്രി പ്രസിഡന്റ് P. അപ്പുക്കുട്ടൻ, അജാനൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മൂലക്കണ്ടം പ്രഭാകരൻ, കോട്ടച്ചേരി ദിനേശ് BD വ്യവസായ സഹകരണ സംഘം മുൻ പ്രസിഡന്റ് M. പൊക്ലൻ, വാർഡ് കൌൺസിലർ M. സേതു, ബാങ്ക് വൈസ് പ്രസിഡന്റ് V. ഗിനീഷ്, വെള്ളിക്കോത്ത് വനിതാ കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് ദേവി രവീന്ദ്രൻ, മുൻ കൌൺസിലർ K. V. രാഘവൻ, ബാങ്ക് മുൻ പ്രസിഡന്റ് K. വിശ്വനാഥൻ, ഭരണസമിതി അംഗങ്ങളായ N. ഗോപി, K. V. കൊട്ടൻകുഞ്ഞി എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ബാങ്ക് സെക്രട്ടറി V. V. ലേഖ സ്വാഗതവും അസിസ്റ്റന്റ് സെക്രട്ടറി K. V. വിശ്വനാഥൻ നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ P. K. കണ്ണൻ, K. രാധാകൃഷ്ണൻ, അശോകൻ V, ബാലൻ V, ഉഷ K, ബിന്ദു CH, A. K. ഗോപാലൻ, രമേശൻ V, സാവിത്രി K, പ്രഭാവതി KV എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.